അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ ഖാതിമിൻ നബിയ്യീൻ വസ്സായിരിൽ അംബിയാഇ വൽ മുർസലീൻ വആലി കുല്ലൻ വസ്സഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാൻ ഗുണമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാൻ മാസത്തിൽ നാം ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യപ്പെട്ട പ്രതിഫലങ്ങളോടുകൂടി സ്വീകരിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിൽ നിന്നുള്ള 28ാമത്തെ ദിവസമാണ്. കഴിഞ്ഞ ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാമാകുന്ന പരിശുദ്ധ ഖുർആനിൽ നരകത്തിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്നു. നരകത്തിൻ്റെ 25ഓളം സ്വഭാവങ്ങൾ, അതിൻ്റെ സവിശേഷതകൾ വിശദീകരിക്കുന്നു. അവകളിൽപ്പെട്ട ചില അടയാളങ്ങൾ ഇന്നത്തെ ഖുർആൻ പഠനത്തിൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നു. നരകത്തിനെ, ജഹന്നം എന്ന നരകത്തിനെ കത്തിക്കുന്നതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നു. സൂറത്ത് തക്വീർ 12 മുതൽ 14 വരെയുള്ള ആയത്തുകളിലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു: വഇദൽ ജഹീമു സുഇറത് വഇദൽ ജന്നത്തു ഉസ്ലിഫത് അലിമത്തു നഫ്സും മാ അഹ്ളറത് വഇദൽ ജഹീമു സുഇറത്. ജഹീം എന്ന് പറയുന്ന നരകത്തിനെ കത്തിക്കപ്പെടുന്നതായ ദിവസത്തിനെ നിങ്ങൾ സൂക്ഷിക്കുക. വഇദൽ ജന്നത്തു ഉസ്ലിഫത്, സ്വർഗത്തിനെ അടുപ്പിക്കപ്പെടുന്നതായ ദിവസം. സ്വർഗത്തിനെ, സ്വർഗാവകാശികളെ കൊള്ള അടുപ്പിക്കപ്പെടുന്ന ദിവസം. നരകത്തിനെ കത്തിക്കപ്പെടുന്നതായ ദിവസത്തിനെ നിങ്ങൾ ഓർക്കുക. അലിമത്ത് നഫ്സും മാ അഹ്ളറത്, ഓരോ ശരീരങ്ങളും അവരവർ പ്രവർത്തിച്ചത് ഹാളിറാകുന്നതായ അവസരം അവർക്ക് ബോധ്യപ്പെടുന്നതാണ്. ഈ ആയത്ത് നരകത്തിനെ കത്തിക്കുന്ന രൂപം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നരകം ഉണ്ട് എന്ന് പറഞ്ഞു നിർത്തിയിട്ടില്ല. നരകത്തിനെ തൊട്ട് ഭയപ്പെടുത്തൽ മാത്രമല്ല ചെയ്തിട്ടുള്ളത്. ഖുർആനിൽ 25ലധികം സ്ഥലങ്ങളിലായിട്ട് നരകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളെയും നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. ഖത്താദ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, യുസഇറുഹ, നരകത്തിനെ കത്തിക്കുന്നത് വളബുല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോപമാണ്. വഖത്തായ ബിനി ആദമ, മനുഷ്യരുടെ പാപങ്ങളുമാണ്. മനുഷ്യരുടെ തെറ്റുകൾ വർദ്ധിക്കുന്ന കണക്കനുസരിച്ച് റബ്ബുൽ ആലമീനായ അല്ലാഹുവിൻ്റെ കോപം കൂടുതൽ വർഷിക്കുന്നു. കോപത്തിൻ്റെ കണക്കനുസരിച്ച് നരകത്തിന് ആളൽ സംഭവിക്കുന്നു. വഹാദ, ഈ വിശദീകരണം യക്തദി തേടുന്നുണ്ട്. അന്ന തസ്ഇറ ജഹന്നമ ഹൈസു ശഅറത് ഫഇന്നമ തസ്അറത് ബിഖത്തായ ബനി ആദമ അല്ലത്തി തഖ്തദി ഖദബല്ലാഹി ഫതസ്ദാദു ജഹന്നമു ഹീന ഇദൻ തലഖുബൻ വതസഉറ. ഈ വിശദീകരണം ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞ തഫ്സീറിൻ്റെ അടിസ്ഥാനത്തിൽ നരകത്തിൻ്റെ ആളലാകുന്നത്, തീർച്ചയായിട്ടും അതാളുന്നത് മനുഷ്യരുടെ പാപങ്ങളുടെ കണക്കനുസരിച്ചാണ്. പാപങ്ങളാണ് അല്ലാഹുവിൻ്റെ കോപത്തിനെ തേടുന്നത്. ആ കോപം വർദ്ധിക്കുന്ന കണക്കനുസരിച്ച്
നരകത്തിൻ്റെ കത്തലും ആളലും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഏതുപോലെ സ്വർഗാവകാശികളുടെ ഭവനങ്ങളാകുന്നത്, സ്വർഗാവകാശികളുടെ വൃക്ഷങ്ങളും അവർക്ക് ലഭിക്കുന്ന തോട്ടങ്ങളും അതോടൊപ്പം തന്നെ സ്വർഗാവകാശികൾക്കുള്ള താമസ സ്ഥലമാകുന്ന ഭവനങ്ങളും യഹ്സുരൂബി അഅ്മാരി ബനി ആദമ സ്വാലിഹാ മിനദ് ദിക്രി വ ഗൈരിഹി, സത്യവിശ്വാസിയുടെ സൽക്കർമ്മങ്ങളുടെ കണക്കനുസരിച്ച് സ്വർഗത്തിൽ അവർക്ക് വൃക്ഷങ്ങളും സുഖങ്ങളും സന്തോഷങ്ങളും വർദ്ധിക്കുന്നത് പോലെ സത്യനിഷേധികളുടെ അക്രമികളുടെ പാപത്തിൻ്റെ കണക്കനുസരിച്ച് അവർ താമസിക്കുന്ന നരകത്തിന് ആളലും അതോടൊപ്പം തന്നെ ചൂടിൻ്റെ വർധനവും ഉണ്ടാകുന്നതാണ്. വകദാലിക ഹുസ്നു മാ ഫീഹാ മിനൽ അസ്വാജി വഗൈരിഹിം യതസായദു ബിതഹ്സീനിൽ അഅ്മാലി സ്വാലിഹാ, സ്വർഗാവകാശികൾ അവരുടെ നന്മയെ വർദ്ധിപ്പിക്കുന്ന കണക്കനുസരിച്ച് സ്വർഗത്തിൽ അവർക്ക് സന്തോഷം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. വകദാലിക ജഹന്നമു തുസഅറു വതസ്ദാദു ആലാത്തുൽ അദാബി ഫീഹാ ബികസ്റത്തി ദുനൂബി ബനി ആദമ വഖത്തായാഹും വഗളബിർ റബ്ബി തആല അലൈഹിം, നരകാവകാശികൾക്ക് നരകത്തിലുള്ളതായ വ്യത്യസ്തങ്ങളായ ശിക്ഷകളും ആ ശിക്ഷകളുടെ പല രൂപത്തിലുള്ളതായ ഉപകരണങ്ങളും അവർ നേരിടേണ്ടി വരുന്നത്, നരകത്തിലെ ശിക്ഷയുടെ വർധനവാകുന്നത് മനുഷ്യരുടെ പാപത്തിൻ്റെ വർധനവ് കാരണമായിട്ടാണ്. അതോടൊപ്പം തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കോപത്തിൻ്റെ കാരണം കൊണ്ടാണ് എന്ന് മഹാന്മാരായ ഉലമാക്കൾ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിനെ പടച്ചതായ അവസരത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ നരകം സന്ദർശിക്കുവാൻ വേണ്ടി അയച്ചു. വഖാല ലഹു, റബ്ബ് സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഇദ്ഹബ് ഫൻദുർ ഇലൈഹാ വ ഇലാ മാ അദ്ദത ലി അഹ്ലിഹാ ഫീഹാ, നരകത്തിനേക്കുള്ള നിങ്ങൾ ചെല്ലുക, നരകത്തിൽ നരകാവകാശികൾക്ക് വേണ്ടി ഞാൻ തയ്യാർ ചെയ്തിരിക്കുന്ന ശിക്ഷകളെ സംബന്ധിച്ച് നിങ്ങൾ നോക്കുക. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ചെന്നു നരകത്തിലേക്കുള്ള വ്യത്യസ്തങ്ങളായ ശിക്ഷകൾ കണ്ടു. ഫൈദാ യർകബു ബഅദുഹാ ബഅദാ സുമ്മ റജഅ ജിബ്രീൽ അലൈഹിസ്സലാം, നരകത്തിൻ്റെ ബഅദിനെ ഭക്ഷിക്കുന്നതായിട്ട് നരകത്തിൻ്റെ ചിലത് മറ്റു ചിലതിൻ്റെ പുറത്തായിട്ട് വർദ്ധിക്കുന്നതായ രംഗം കണ്ടുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം മടങ്ങി. എന്നിട്ട് പറഞ്ഞു, വരി ഇസ്സത്തികാല യദ്ഖുലു അഹദുൻ തസ്മഉ ബിഹാ, ഈ നരകത്തിനെ സംബന്ധിച്ച്, നരകത്തിൻ്റെ ശിക്ഷയെ സംബന്ധിച്ച് ആര് കേൾക്കുന്നുണ്ടോ അവർ ആരും തന്നെ നരകത്തിനെ തൊട്ട് ഭയപ്പെട്ടുകൊണ്ട്, നരകത്തിനെ തൊട്ട് കാവൽ തേടിക്കൊണ്ട് ആരും തന്നെ നരകത്തിൽ പ്രവേശിക്കുകയില്ല. അത്രയ്ക്കും ഭയാനകമാണ് നരകത്തിൻ്റെ അവസ്ഥയെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വിശദീകരിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഅമറ ബിഹാ ഫഹുഫത് ബിശ്ശഹവാത്ത്, നരകത്തിൻ്റെ അവകാശികളെ നരകത്തിൽ പ്രവേശിക്കുന്നതായ സുഖങ്ങളും ശഹവത്ത് കൊണ്ട് നരകത്തിന് പൊതിയപ്പെടുകയുണ്ടായി. അവൻ നരകത്തിൻ്റെ ഭയാനത ആര് കേട്ടാലും നരകത്തിലേക്ക് എത്തിപ്പെടുന്നതിനെ തൊട്ട് അവൻ കാവൽ തേടിക്കൊണ്ട് മാറി നിൽക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ നരകാവകാശികൾ ആരും തന്നെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുമെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിനെ വലയം ചെയ്തു പൊതിഞ്ഞു, ആഗ്രഹങ്ങൾ, ശഹവത്തുകൾ, ഇച്ഛകളെ കൊണ്ട്. സുമ്മഖാല, എന്നിട്ട് രക്ഷിതാവായ അല്ലാഹു തആല പറഞ്ഞു, ഇദ്ഹബ് ഫൻദുർ ഇലാ മാ അദ്ദത ലി അഹ്ലിഹാ ഫീഹാ, ജിബ്രീൽ അലൈഹിസ്സലാം നിങ്ങൾ നരകത്തിലേക്ക് പോവുക, നരകാവകാശികൾക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുന്നതായ വിഷയങ്ങൾ നിങ്ങൾ പോയി നോക്കുക. ഫദഹബ ഫനദറ ഇലൈഹാ, അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം നരകത്തിനെ വലയം ചെയ്തതായ കാര്യങ്ങളിലേക്ക് നോക്കിയതിന് ശേഷം മടങ്ങി വന്നു. ഫഖാല വ ഇസ്സതിക, നിന്റെ അഭിമാനത്തിന് ഇന്ന് അധികാരത്തിന് തന്നെയാണ് സത്യം. ലഖദ ഖശീതു, ഞാൻ ഭയപ്പെടുന്നു, അല്ലാ യൻജുവ മിൻഹാ അഹദുൻ ഇല്ലാ ദഖലഹാ, ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ കഴിയുകയില്ല
നരകത്തിലേക്ക് മനുഷ്യരെ അടുപ്പിക്കുന്നതായ ഘടകങ്ങൾ അത്രയും കൂടുതലാണ്. അതുകൊണ്ട് ആരും തന്നെ നരകത്തിനെ തൊട്ട് രക്ഷപ്പെടുകയില്ല എന്ന് ഞാൻ ഭയപ്പെടുന്നു. മഹാനായ ഇമാം അഹ്മദ്, അബൂദാവൂദ്, തിർമിദി റഹ്മഹുമുള്ള റിപ്പോർട്ട് ചെയ്തതായ ഹദീസിന്റെ ആശയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ഹുഫത്തുൽ ജന്നത്തു ബിൽ മക്കാരിഹി, സ്വർഗത്തിനെ വലയം ചെയ്യപ്പെട്ടത് ത്യാഗങ്ങൾ കൊണ്ട്, കഷ്ടപ്പാടുകൾ കൊണ്ട്, വിഷമങ്ങൾ കൊണ്ടാണ്. നേരെ മറിച്ചോ വഹുഫത്തുന്നാർ, നരകത്തിനെ വലയം ചെയ്തിട്ടുള്ളത് ബിശ്ശഹവാത്തി, ആഗ്രഹങ്ങൾ കൊണ്ടും ഇച്ഛകൾ കൊണ്ടുമാണ്. മനുഷ്യർ ഇച്ഛിക്കുന്ന രൂപത്തിൽ അമ്മാറത്തുൻ നഫ്സിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ ആ ഇച്ഛകളും ആഗ്രഹങ്ങൾ കാരണമായിട്ട് മനുഷ്യൻ നരകാവകാശിയായിത്തീരുന്നു. നേരെ മറിച്ച് ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും വിഷമങ്ങളും സഹിച്ചുകൊണ്ട് മനുഷ്യൻ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ കൽപ്പനകൾ അംഗീകരിച്ചുകൊണ്ട്, സുന്നത്തുകൾ മുറുകെ പിടിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട്, പരിശുദ്ധ ഖുർആൻ കൽപ്പിക്കുന്ന രൂപത്തിൽ മനസ്സിലാക്കി ജീവിച്ചവർ അവർ സ്വർഗാവകാശിയായി മാറുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ ഒരു വൃക്ഷം കണ്ട്, ലൗ അന്നൽ ഖൽഖ ഇജ്തമഉ ലഅദല്ലതുഹും, ഒരു വൃക്ഷം ഞാൻ കണ്ടു. പ്രപഞ്ചത്തിലുള്ള എല്ലാ മനുഷ്യരും ആ വൃക്ഷത്തിന്റെ താഴ്ഭാഗത്തിൽ ഒരുമിച്ച് കൂടിയാൽ എല്ലാവർക്കും തണൽ നൽകാൻ കഴിയുന്ന വലിയൊരു വൃക്ഷമാണ്. ആ വൃക്ഷത്തിന്റെ താഴ്ഭാഗത്ത് 2 മനുഷ്യരുണ്ട്. ഒരാളാകുന്നത് നരകത്തിനെ കത്തിക്കുന്നു, രണ്ടാമത്തെ ആളാകുന്നത് ആ നരകത്തിനെ കത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിറകുകൾ വലിച്ചിട്ടുകൊണ്ടേയിരിക്കുന്നു. കുൽത്ത്, ഞാൻ ചോദിച്ചു, ഫർറജുലാനുല്ലദാനി റഅയ്തു തഹ്ത ശജറത്തെ, ഈ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഞാൻ കണ്ടതായ ആ 2 വ്യക്തികളും ആരാണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ലഭിച്ച മറുപടിയാകുന്നത് ദാനിക മലക്കാ ജഹന്നമ, അവർ 2 പേരും നരകം കൊണ്ടേൽപ്പിക്കപ്പെട്ട 2 മലക്കുകളാണ്. യഹ്മൂന ജഹന്നമ, അവർ ജഹന്നമെന്ന് പറയുന്ന നരകത്തിനെ കത്തിച്ചുകൊണ്ട് അതിൻ്റെ ചൂടുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി ഖിയാമത്ത് നാൾ വരെ അവർ ആ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പരിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ 10 നിന്നുള്ള അവസാനത്തെ ദിവസങ്ങൾ അടുത്തിരിക്കുന്നു. പരിശുദ്ധമായ റമദാനിൻ്റെ 28ാമത്തെ നോമ്പുകാരായിക്കൊണ്ട് രക്ഷിതാവായ അള്ളാഹുവിനോട് അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ എന്ന് നാം പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന ആത്മാർത്ഥമായിരിക്കണം, ഹൃദയത്തിൽ തട്ടുന്ന പ്രാർത്ഥനയായിരിക്കണം. അതോടൊപ്പം തന്നെ നരകത്തിനെ തൊട്ട് കാവൽ തേടുന്നതോടൊപ്പം തന്നെ നരകത്തിലേക്ക് മനുഷ്യരെ അടുപ്പിക്കുന്ന ശഹ്വാത്തുകളിലേക്ക് റമദാൻ അവസാനിക്കുമ്പോൾ ആഘോഷത്തിൻ്റെ പേരിൽ നമ്മുടെ ഇച്ഛകൾ കടിമപ്പെട്ടുകൊണ്ട് നരകാവകാശികളാകുന്നതിനെ തൊട്ട് നാം സൂക്ഷിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ കുടുംബിനിമാരോടും പെൺമക്കളോടും അവിടുന്ന് കൽപ്പിക്കുകയുണ്ടായി, യാ അഹ്ലൽ ഹുജറാത്ത്, അല്ലയോ വീടുകളിൽ താമസിക്കുന്ന ഭാര്യമാരെ, സുഇറത്തിന്നാർ, നരകം കത്തിക്കപ്പെട്ടിരിക്കുന്നു. ലൗ തഅലമൂന മാ അഅലമു, ഞാൻ അറിയുന്നത് പോലെ നരകത്തിൻ്റെ ഭയാനകതയെങ്ങാനും നിങ്ങൾ അറിയുന്നെങ്കിൽ ലദഹിക്തും ഖലീല, കുറച്ചു മാത്രമേ നിങ്ങൾ ചിരിക്കുമായിരുന്നു. വലബക്കൈത്തും കസീറ, ധാരാളം നിങ്ങൾ കരയുമായിരുന്നു. അത്രയും മരണത്തിന് ശേഷം സംഭവിക്കുന്ന അക്രമികൾക്ക് സംഭവിക്കുന്ന ശിക്ഷയുടെ കാര്യം വളരെ ഭയാനകമാണ്. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ചിരിക്കുക, കൂടുതൽ കരയുക. നരകത്തിനെ ഓർത്തുകൊണ്ട് കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് രക്ഷിതാവായ അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ നരകം ഉണ്ട്, നരകത്തിനെ കത്തിക്കുന്ന സ്വഭാവമാണ് വിശദീകരിക്കുന്നതെങ്കിൽ വീണ്ടും നാം ഖുർആൻ പരിശോധിച്ചു നോക്കിയാൽ സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൻ്റെ തിളച്ചുമറിയലിനെയും നരകത്തിൽ നിന്നും ആളിക്കത്തുന്ന സമയത്ത് കേൾക്കുന്നതായ ശബ്ദത്തിനെയും വിശദീകരിക്കുന്നു. തഅയ്യുദുഹാ വസഫീറുഹാ, നരകത്തിൻ്റെ തിളച്ചുമറിയലും ആ സന്ദർഭത്തിൽ കേൾക്കുന്നതായ ശബ്ദവും സൂറത്തുൽ ഫുർഖാൻ വിശദീകരിക്കുന്നു.
വഇദാ റഅതുഹും മിൻ മക്കാനിൻ ബഈദ് സമിഉ ലഹാ തഅയ്യുദൻ വസഫീറാ. ഇദാ റഅത്ഹും, നരകമെങ്ങാനും മനുഷ്യരെ കാണുന്ന സമയത്ത്, മിൻ മക്കാനിൻ ബഈദിൻ, വളരെ ദൂരത്ത് നിന്നും നരകാവകാശികളെ കാണുന്ന അവസരത്തിൽ, സമിഉ ലഹാ, അവർ ആ നരകത്തിൽ നിന്നും കേൾക്കുന്നതാണ്, തഅയ്യുദൻ, അതിൻ്റെ തിളച്ചുമറിയലും, വസഫീറൻ, അതിൻ്റെ അട്ടഹാസത്തിന് ശബ്ദത്തിനെയും അവർ കേൾക്കുന്നതാണ്. സമിഉ ലഹാ തഅയ്യുദൻ വസഫീറ അയ വരയാനുഹാ വസൗതുഹാ, കേൾക്കുന്നതാണ് അവർ. വരയാനഹ, നരകത്തിൻ്റെ തിളച്ചുമറിയലിനെയും ആ സമയത്തുള്ളതായ ശബ്ദത്തിനെയും അവർ കേൾക്കുന്നതാണ്. മഹാനായ താബിഈങ്ങൾപ്പെട്ട മുഫസ്സിരീങ്ങൾപ്പെട്ട കൽബി ഇമാം പറയുന്നു, മിൻ മസീറത്തി ആമിൻ, നരകം ജനങ്ങളെ അതാ 1 വർഷത്തെ വഴിദൂരത്തിൽ വെച്ച് കാണുന്ന സമയത്ത് തന്നെ അതിൻ്റെ തിളച്ചുമറിയൽ കേൾക്കുന്നതാണ്. മറ്റൊരു തഫ്സീറിൽ കാണാം, മിൻ മസീറത്തി മിഅത്തി സനത്തിൻ, 100 വർഷത്തെ വഴിദൂരത്തിൽ വെച്ച് മനുഷ്യർ കാണുമ്പോൾ തന്നെ അതാ നരകത്തിൻ്റെ ശബ്ദം അവർ കേൾക്കുന്നതാണ്. വഖീല 500 സനത്തിൻ, മറ്റൊരു തഫ്സീറിൽ കാണാം 500 വർഷത്തെ വഴിദൂരത്തിൽ വെച്ച് തന്നെ കേൾക്കാൻ കഴിയുന്നതാണ്. നരകം മനുഷ്യരെ കാണുന്നതായ സമയത്ത് നരകാവകാശികൾക്ക് നരകത്തിൻ്റെ തിളച്ചുമറിയുന്നതിൻ്റെ ശബ്ദവും അതിൻ്റെ അട്ടഹാസവും അവർക്ക് കേൾക്കാൻ കഴിയും. അതൊരു വർഷത്തെ വഴിദൂരമാണ്, അല്ല 100 വർഷത്തെ വഴിദൂരമാണ്, അല്ല 500 വർഷത്തെ വഴിദൂരത്തിൽ വെച്ച് തന്നെ കേൾക്കാൻ കഴിയുന്നതാണ്. ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ ബൈന ഐനൈ ജഹന്നമ മഖഅദാ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ആരെങ്കിലും മനഃപൂർവ്വം കരുതിക്കൂട്ടി എൻ്റെ പേരിൽ ഞാൻ പറയാത്തതായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് കളവുണ്ടാക്കി പറഞ്ഞാൽ അവൻ തയ്യാർ ചെയ്തു കൊള്ളട്ടെ, നരകത്തിൻ്റെ 2 കണ്ണിൻ്റെ ഇടയിലായിട്ട് മക്കാതൻ ഒരു പാർപ്പിടം അവൻ സംവിധാനിച്ചു കൊള്ളട്ടെ, ബുക്ക് ചെയ്തു കൊള്ളട്ടെ. ഫൽ യതബവ്വ, അവൻ തയ്യാർ ചെയ്തു കൊള്ളട്ടെ, ബൈന ഐനൈ ജഹന്നമ, ജഹന്നമെന്ന് പറയുന്ന നരകത്തിൻ്റെ 2 കണ്ണിൻ്റെ ഇടയിലായിട്ട് മക്കാതൻ ഒരു പാർപ്പിടം അവൻ തയ്യാർ ചെയ്തു കൊള്ളട്ടെ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സമയത്ത്, ഖീല യാ റസൂലല്ലാഹ് വഹല്ലഹ ഐനാനി, നരകത്തിന് 2 കണ്ണുണ്ടോ എന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ അവരോട് മറുപടി പറഞ്ഞ, അതെ. അവലം തസ്മഅ, നിങ്ങൾ കേട്ടിട്ടില്ലയോ, ഖൗലല്ലാഹി തആല, അല്ലാഹു തആലയുടെ വാക്ക്, ഇദാ റഅതുഹും മിൻ മക്കാനിൻ സമിഉ ലഹാ തഅയ്യുദൻ വസഫീറാ. അല്ലാഹുവിൻ്റെ കലാമാകുന്ന പരിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ ഫുർഖാൻ എന്ന സൂറത്തിലെ 12-ാമത്തെ ആയത്ത്, ഇദാ റഅതുഹും, അവർ നരകത്തിനെ കാണുന്ന സമയത്ത്, മിൻ മക്കാനിൻ, അതേ വളരെ ദൂരത്ത് നിന്ന് തന്നെ നരകത്തിനെ കാണുന്നതായ സമയത്ത്, മിൻ മക്കാനിൻ ബഈദിൻ, വളരെ ദൂരത്ത് നിന്ന് കാണുന്ന സമയത്ത് തന്നെ, സമയോ അവർ കേൾക്കുന്നതാണ്, ലഹാ നരകത്തിന്, തഅയ്യുദൻ തിളച്ചുമറിയുകയും, വസഫീറ ആ ശബ്ദത്തിനെയും അവർ കേൾക്കുമായിരുന്നു എന്ന ആയത്ത് നിങ്ങൾ കേട്ടിട്ടില്ലയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്കതാ പഠിപ്പിച്ചു കൊടുക്കുന്നു. കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, മാ ഖലഖല്ലാഹു മിൻ ഷൈഇൻ ഇല്ലാ വഹുവ യസ്മഉ സഫീറ ജഹന്നമ ഉദ്വതൻ വഅശിയ്യാ. പ്രപഞ്ചത്തിൽ അല്ലാഹുവിൻ്റെ സൃഷ്ടികളായിട്ട് അല്ല പടച്ചതായ എല്ലാ പടപ്പുകളും പ്രഭാതത്തിലും പ്രദോഷത്തിലുമായിട്ട് നരകത്തിൻ്റെ ശബ്ദം, അതിൻ്റെ അട്ടഹാസം കേൾക്കുന്നതാണ്. ഇല്ല സഖലൈന്, 2 വിഭാഗം ഒഴികെ, അല്ലദൈനി, എങ്ങനത്തെ 2 വിഭാഗമാണ്, അലൈഹിമാ അൽ ഹിസാബ് വൽ അദാബ്, അള്ളാഹുവിൻ്റെ വിചാരണയും അവൻ്റെ ശിക്ഷയും ലഭിക്കുന്ന 2 വിഭാഗമാകുന്ന മനുഷ്യരും ജിന്നുകളുമല്ലാത്ത എല്ലാ ജീവജാലങ്ങളും എല്ലാ വസ്തുക്കളും പ്രപഞ്ചത്തിലുള്ള എല്ലാ സൃഷ്ടികളും അള്ളാഹുവിൻ്റെ നരകത്തിൻ്റെ കത്തിക്കാളലും അതിൻ്റെ ശബ്ദവും
എല്ലാ വസ്തുക്കളും പ്രഭാതത്തിലും പ്രദോഷത്തിലും അതിൻ്റെ ശബ്ദം കേൾക്കും എന്ന് കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിനെ പടച്ചിട്ടുണ്ട്. ആ നരകത്തിനെ സംബന്ധിച്ച് മനുഷ്യരോട് പേടിക്കുവാൻ വേണ്ടി കൽപ്പിച്ചു. പക്ഷേ ആ നരകത്തിൻ്റെ പറ്റി മാത്രമല്ല പറഞ്ഞ് അതിൻ്റെ സ്വഭാവങ്ങളും അതിൻ്റെ ഓരോ അടയാളങ്ങളും വ്യക്തമാക്കുന്നു. ഫീ ദിക്രി ദുഖാനിഹാ വ ശറരിഹാ വ ലഹബിഹാ. പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കിയാൽ നാം കാവൽ തേടുന്ന, നമ്മോട് കാവൽ തേടുവാൻ വേണ്ടി കൽപ്പിച്ചതാ നരകത്തിൻ്റെ പുകയെപ്പറ്റി പറയുന്നുണ്ട്. അതിലുള്ളതായ തീപ്പൊരികളെ സംബന്ധിച്ചും അതിൻ്റെ ആളലിനെ സംബന്ധിച്ചും വിശദീകരിക്കുന്നു. ഫീ സമൂമിൻ വഹമീം വളില്ലിൻ മിൻ യഹ്മൂം ലാ ബാരിദിൻ വലാ കരീം. സൂറത്തുൽ വാഖിഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ വാഖിഅ 41-ാമത്തെ ആയത്തിൽ കൂടി നമ്മോട് ഉണർത്തുന്നു. വഅസ്ഹാബുശ്ശിമാൽ. അതേ, അസ്ഹാബുശ്ശിമാൽ നരകാവകാശികൾ. മാ അസ്ഹാബുശ്ശിമാൽ നരകാവകാശികൾ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? ഫീ സമൂമിൻ വഹമീം. ഫീ സമൂമിൻ ഐ റീഹൻ ഹാറത്തൻ. ശക്തിമത്തായ ചൂടുള്ളതായ കാറ്റിലാണ് അവർ താമസിക്കുന്നത്. വഹമീമിൻ ഐ മാഇൻ ഹാറ്റൻ. അതിശക്തിയായ ജലാശയം, തടാകം, ജലം ലഭിക്കുന്ന സ്ഥലത്താണ് അവർ താമസിക്കുന്നത്. വളില്ലിൻ മിൻ യഹ്മൂം ഐ ദുഖാനിൻ ശദീദിസ് സവാദി. അതിശക്തമായ കറുത്തതായ പുക ഉയരുന്ന സ്ഥലത്താണ് അവർ താമസിക്കുന്നത്. ലാ ബാരിദ. അവർക്ക് താമസ സ്ഥലത്ത് യാതൊരു തണുപ്പും ലഭിക്കുന്നില്ല. വലാ കരീമ. അവിടെ ലാ ബാരിദിൻ വലാ കരീം. ലാ ബാരിദിൻ അവരുടെ പാർപ്പിടങ്ങൾക്ക് യാതൊരു തണുപ്പും ലഭിക്കുന്നില്ല. വലാ കരീമിൻ അതിൻ്റെ നോട്ടസ്ഥലമാണെങ്കിൽ ഭംഗിയുള്ളതും അല്ല. നരകത്തിൻ്റെ ചൂടിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചതാണ്. വീണ്ടും സൂറത്തുൽ മുർസലാത്ത് 32-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിനെ പരിചയപ്പെടുത്തുന്നു. ഇന്നഹാ തർമീ ബിശററിൻ കൽ ഖസ്ർ. ഇന്നഹാ തീർച്ചയായിട്ടും നരകമാകുന്നത്, തർമീ അതെറിയുകയാണ്, അതിൽ നിന്നും പറക്കുകയാണ്. ബിശററിൻ കൽ ഖസ്ർ. ഇന്നഹാ തീർച്ചയായിട്ടും നരകം, തർമീ അത് പറത്തുകയാണ്, അതിൽ നിന്നും ഉയരുകയാണ്. ബിശററിൻ ഐ മാ തത്തയായറു മിൻഹ. നരകത്തിൽ നിന്നും അതാ പൊരി, തീപ്പൊരികളായിട്ട് പറന്നുയരുന്നുണ്ട്. കൽ ഖസ്രി ഐ മിനൽ ബിനാഇ. വലിയ വലിയ കോട്ടകളുടെ വലിപ്പത്തിലായിട്ട്. ഫി ഇളമിഹി വർത്തിഫാഇഹി. തഫ്സീറുൽ ജലാലൈനി ധാരാളം തഫ്സീറുകൾ, വ്യത്യസ്തമായ തഫ്സീറുകളുണ്ട്. കൽ ഖസ്ർ എന്നതിൻ്റെ ഒരർത്ഥം മിനൽ ബിനാഇ ഫി ഇളമിഹി വർത്തിഫാഇഹി. വലിപ്പവും ഉയരവുമുള്ളതായ കോട്ടകളെപ്പോലുള്ളതായ തീപ്പൊരിയാണ് നരകത്തിൽ നിന്നും അതാ പറന്നുകൊണ്ടിരിക്കുന്നത്, ഉയർന്നുകൊണ്ടിരിക്കുന്നതെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുകയാണ്. നാം മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ കലാമാകുന്ന ഖുർആൻ പഠിക്കുക, ഖുർആൻ പാരായണം ചെയ്യുക. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗവും സ്വർഗത്തിൻ്റെ സന്തോഷവും വിശദീകരിക്കുന്നത് പോലെ നരകവും നരകത്തിൻ്റെ സ്വഭാവവും നരകത്തിലുള്ള ശിക്ഷയുടെ കാഠിന്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുകയാണ്. ഖുർആൻ പഠനത്തിൽ കൂടി അവകൾ ഉൾക്കൊള്ളുകയും നരകത്തിനെ തൊട്ട് അല്ലാഹുവിനോട് കാവൽ തേടുകയും ആ കാവൽ തേടുന്ന അവസരത്തിൽ അതിൻ്റെ ഭയാനകത നാം മനസ്സിലാക്കുകയും ചെയ്യുക. വീണ്ടും പരിശുദ്ധ ഖുർആനിൽ ഫീ ദിക്രി ഔദിയത്തിഹാ വ ജിബാലിഹാ വ ആബാരിഹാ വ ഉയൂനിഹാ വ അൻഹാരിഹാ. നരകത്തിൻ്റെ താഴ്വരയെ സംബന്ധിച്ച് വിശദീകരിക്കുന്നു. നരകത്തിലുള്ളതായ മലകളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നു. അവിടെയുള്ള കിണറുകളെ സംബന്ധിച്ചും തടാകങ്ങളെ സംബന്ധിച്ചും പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നു. സൂറത്തുൽ മുദ്ദസ്സിറിൽ കാണാം, സഉർഹിഖുഹു സഊദാ. സഉർഹിഖുഹു ശേഷം നാം അവരോട് നിർബന്ധിപ്പിക്കുന്നതാണ് സഊദാ, കയറുന്നതിന് വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിക്കുന്നു, സഊദ എന്നത് ജബലുൻ മിനന്നാർ, നരകത്തിനാലുള്ള ഒരു മലയാണ്.
യുകല്ലഫു അൻ യസ്അദഹു, നരകാവകാശിയോട്, ചില പ്രത്യേക തെറ്റുകൾ ചെയ്തവരോട് അതിൽ കയറുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ഫൈദാ വലഅ യദഹു അലൈഹി ദാബത്ത്, ആ തീയിനാലുള്ളതായ മലയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് സഊദ എന്ന് പറയുന്ന പർവ്വതത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അവനോട് നിർബന്ധിപ്പിക്കുമ്പോൾ അവൻ അതിൻ്റെ പുറത്ത് കൈവയ്ക്കുമ്പോൾ കയ്യതാ ഉരുകിപ്പോകുന്നു. വൈദാ റഫഅഹ ആദത്ത്, അതിൽ നിന്നും കൈ ഉയർത്തുന്ന സമയത്ത് ഉരുകിയതായ കൈ വീണ്ടും തിരിച്ചു മടങ്ങി വരുന്നു. വൈദാ വലഅ റിജ്ലഹു അലൈഹി ദാബത്ത് വൈദാ റഫഅഹ ആദത്ത്, അങ്ങനെ വീണ്ടും കാലാ മലയിലേക്ക് വയ്ക്കുന്ന സമയത്ത് അവൻ്റെ കാലുരുകിപ്പോകുന്നു. അവിടെ നിന്നും ഉയർത്തുന്ന സമയത്ത് വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി വരുന്നു. അത് അവൻ അവിടെ കയറുന്നതാണ്. 70 ഖരീഫ, 70 ഖരീഫ് വഴി ദൂരത്തിലേക്ക് അതിൽ കയറുവാൻ വേണ്ടി അവനോട് നിർബന്ധിപ്പിക്കുന്നതാണ്. 70 ഖരീഫ് ഉയരത്തിൽ കയറിയതിനു ശേഷം അവൻ മറിഞ്ഞ് താഴെ വീഴുന്നു. വീണ്ടും അപ്രകാരം അവിടെ കയറുവാനും വീഴുകയും ചെയ്തുകൊണ്ട് അവനെ ശിക്ഷിക്കപ്പെടുന്നു. ഫസൗഫ യൽഖൗന ഖയ്യ, പരിശുദ്ധ ഖുർആനിൽ ഖയ്യനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. സൂറത്ത് മറിയം 59-ാമത്തെ ആയത്തിൽ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിനെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖയ്യൻ എന്നതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നു. വാദിൻ ഫി ജഹന്നമ, നരകത്തിലുള്ള താഴ്വരയാണ്. ഖബീസു തുഅമി ബഈദുൽ ഖഅരി, അവിടുത്തെ ഭക്ഷണമാകുന്നത് വളരെ വെറുക്കപ്പെട്ടതാണ്. അവിടുത്തെ ആഴമാകുന്നത് വർണ്ണിക്കാൻ കഴിയുന്നില്ല എന്നതുപോലെ തന്നെ മറ്റൊരു തഫ്സീറിൽ കാണാം, വയ്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നഹറുൻ ഹമീമുൻ ഫിന്നാർ, നരകത്തിലുള്ളതായ ചുട്ടുപഴുത്തതായ ജലത്തിനാൽ തടാകത്തിനാലുള്ള ഒരു പുഴയാകുന്നു. യുക്ദഫു ഫീഹി അല്ലദീന യത്തബിഊന അശ്ശഹവാത്ത്, ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അമ്മാറത്തുൻ നഫ്സിന് വഴിപ്പെട്ടുകൊണ്ട് ഷഹവാത്തിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരെ ആ തടാകത്തിലായിട്ട് അവനെ വലിച്ചെറിയുന്നതാണ്. സൂറത്ത് ത്വഹ 81-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിക്കുകയാണ്, വമൻ യഹ്ലിൽ അലൈഹി ഗദബി ഫഖദ് ഹവാ, വമൻ, ഏതെങ്കിലും മനുഷ്യൻ, യഹ്ലിൽ അലൈഹി, അവനിലെങ്ങാനും ഇറങ്ങിക്കഴിഞ്ഞാൽ, ഗദബി റബ്ബുൽ ആലമീനായ അല്ലാഹുവിൻ്റെ കോപം അവനിലേക്ക് അതാ ഇറങ്ങിക്കഴിഞ്ഞാൽ, ഫഖദ് ഹവാ, അവനതാ നരകത്തിൻ്റെ ആഴിയിലേക്ക് താഴ്ന്നു പോവുകയാണ്. വഫീ ബഅദിൽ ആസാരി ഇന്ന ഫീ ജഹന്നമ ഖസ്റൻ, ജഹന്നം എന്ന് പറയുന്ന നരകത്തിലും വലിയ കോട്ടകളുണ്ട്. യുർമൽ കാഫിറു മിൻ അഇലാഹു ഫയഹ്വി ഫീ ജഹന്നമ 40 ഖരീഫ ഖബ്ല അൻ യബ്നു അൽ സൽസാൽ ഫദാലിക ഖൗലുഹു തആല ഫഖദ് ഹവാ. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുകയാണ്, സത്യനിഷേധികളെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നതായ ഒരു പ്രത്യേക സ്ഥലത്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹവാ എന്ന് പറഞ്ഞു പരിചയപ്പെടുത്തിയത്. നാം മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധ റമദാൻ വിട പറയുന്ന അവസരത്തിൽ റബ്ബുൽ ആലമീനായ അല്ലാഹുവിനോട് അല്ലാഹുമ്മ ഇന്നക അഫ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, രക്ഷിതാവേ നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, വിട്ടുവീഴ്ചയെ ഇഷ്ടപ്പെടുന്നവനാണ്, എനിക്ക് നീ അഫു നൽകണേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നതായ അവസരത്തിൽ, നരകമോചനത്തിനെ തേടുന്നതായ അവസരത്തിൽ, നരകമാകുന്ന ഭയാനകമായ ആ വിപത്തിനെ സംബന്ധിച്ച്, ആ ശിക്ഷയെ സംബന്ധിച്ച് ഓർത്തുകൊണ്ട് ഇന്ന് നാം നമ്മുടെ സുഖങ്ങൾക്കും സൗകര്യങ്ങൾക്കും വേണ്ടി ഇന്നത്തെ സാഹചര്യത്തിൽ മനുഷ്യന്മാർ അമ്മാറത്തുൻ നഫ്സിന് വഴിപ്പെട്ടുകൊണ്ട് ആത്മീയത നഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാണ്. അമ്മാറത്തുൻ നഫ്സിന് വഴിപ്പെട്ടുകൊണ്ട് ഷഹവാത്തിനെ പിൻപറ്റി ജീവിക്കുന്നവർക്കാണ് നരകത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിരിക്കുന്നത്. ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാൻ ഗുണമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ, പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നരകമോചനം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വള്ളക്കടവ് മുസ്ലിം ജമാഅത്തിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ജവാഹിറുൽ ഉലൂം അറബി കോളേജ്, ആ സ്ഥാപനത്തിന് വേണ്ടി സാമ്പത്തികമായി മാസവരിയായിട്ട് മറ്റെല്ലാ നിലയിലും സഹായിക്കുന്ന നാട്ടുകാരും പുറത്തുള്ളവരും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും പരിശുദ്ധ റമദാൻ മാസത്തിൽ ദീനീ സ്ഥാപനത്തിന് വേണ്ടി സഹായിച്ചതിൻ്റെ പ്രതിഫലം
പരിശുദ്ധമായ ദീനീ ദഅവത്ത് നടത്തുന്ന പഴയ പാരമ്പര്യ ദർസിൻ്റെ രൂപത്തിലായി പള്ളി ദർസായിട്ട് പള്ളിയിൽ നടത്തപ്പെടുന്ന ജവാഹിറുൽ ഉലൂം അറബി കോളേജ്, ഈ സ്ഥാപനത്തിന് സഹായിക്കുന്നവർക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകമോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വള്ളക്കടവ് മുസ്ലിം ജമാഅത്തിൻ്റെ ഭരണസമിതി അംഗങ്ങൾക്കും നാട്ടുകാർക്കും അല്ലാഹു തആല പ്രത്യേകമായ അനുഗ്രഹവും നരകമോചനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പള്ളിയുടെ ചുറ്റുഭാഗം ഖബറടക്കപ്പെട്ടിരിക്കുന്ന ഖബറാളികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അത്ഖിനാ മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين. اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.